വിജയമന്ത്രങ്ങൾ. ഡോക്ടർ അമാനുള്ള വടക്കാങ്ങര. അവതരണം റാഫി പാറക്കാട്ടിൽ. നിങ്ങളിലേക്ക് എത്തിക്കുന്നത് മീഡിയ പ്ലസ്, ദോഹ, ഖത്തർ. അധ്യായം 402. വൈകാരിക ബുദ്ധിയുടെ പ്രാധാന്യം തിരിച്ചറിയുക. ആധുനിക ജീവിതം വൈവിധ്യമാർന്ന സമ്മർദ്ദങ്ങൾ നിറഞ്ഞതാണ്. ജീവിത തിരക്കുകളും ഉത്തരവാദിത്തങ്ങളുമൊപ്പം സന്തോഷവും സങ്കടവുമെല്ലാം ജീവിതത്തെ കൂടുതൽ സങ്കീർണമാക്കാം. എന്നാൽ വൈകാരിക ബുദ്ധിയുടെ പ്രാധാന്യം മനസ്സിലാക്കി പ്രവർത്തിക്കുകയാണെങ്കിൽ മിക്ക പ്രയാസങ്ങളും ലഘൂകരിക്കാനോ പരിഹരിക്കാനോ കഴിയും. സങ്കടങ്ങൾക്ക് പ്രധാന കാരണം എന്താണെന്ന് തിരിച്ചറിഞ്ഞാൽ അതിനെ ഇല്ലാതാക്കാം. അനാവശ്യ വിഷമങ്ങൾ ഒഴിവാക്കാൻ മുൻകരുതലുകൾ സ്വീകരിക്കാം. അപ്പോൾ വലിയൊരളവ് വരെ നമുക്ക് സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഇരിക്കാം. അപ്രതീക്ഷിതമായ സംഭവങ്ങൾ ഒഴിച്ചാൽ ബാക്കിയെല്ലാം നമുക്ക് തന്നെ പരിഹരിക്കാൻ കഴിയും എന്ന് തിരിച്ചറിയുകയാണ് ആദ്യം വേണ്ടത്. നമ്മുടെ മാനസിക നിലയും വൈകാരിക തലവും നമ്മുടെ തീരുമാനങ്ങളെയും നിലപാടുകളെയും സ്വാധീനിച്ചേക്കാം. അതുകൊണ്ട് തന്നെ 3 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. 1. നെവർ മേക്ക് എ പ്രോമിസ് വെൻ യു ആർ ടു ഹാപ്പി. യു മൈറ്റ് ഓവർ പ്രോമിസ് ആൻഡ് ഫെയിൽ ടു ഡെലിവർ. അമിതമായ സന്തോഷത്തിലായിരിക്കുമ്പോൾ ആർക്കും ഒരു വാഗ്ദാനവും നൽകരുത്. കാരണം സന്തോഷം കൂടുമ്പോൾ നൽകുന്ന അമിതമായ വാഗ്ദാനങ്ങൾ നിറവേറ്റാൻ പ്രയാസമായേക്കും. 2. നെവർ റിപ്ലൈ ടു എനിവൺ വെൻ യു ആർ സാഡ്. യുവർ വേർഡ്സ് ക്യാൻ ഹേർട്ട് ഓർ മിസ്ലീഡ്. വിഷമിച്ചിരിക്കുമ്പോൾ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ പ്രതികരിക്കുകയോ മറുപടി പറയുകയോ ചെയ്യരുത്. നിങ്ങളുടെ വാക്കുകൾ അവരെ വേദനിപ്പിക്കുകയോ തെറ്റിദ്ധാരണ പരത്തുകയോ ചെയ്തേക്കാം. 3. നെവർ മേക്ക് എ ഡിസിഷൻ വെൻ യു ആർ ആംഗ്രി. യു റിസ്ക് മേക്കിംഗ് ദ റോങ് ചോയ്സ്. ദേഷ്യം പിടിച്ചിരിക്കുമ്പോൾ തീരുമാനമെടുക്കരുത്. തെറ്റായ തീരുമാനങ്ങൾക്ക് അത് കാരണമാകാം. വൈകാരിക ബുദ്ധി പരിഗണിച്ചുകൊണ്ടുള്ള നിലപാടുകളും സമീപനങ്ങളുമാണ് വിജയകരമായ യാത്ര സുഗമമാക്കുക. എല്ലായ്പ്പോഴും എല്ലാവർക്കും എല്ലാവരെയും പൂർണ്ണമായി ഉൾക്കൊള്ളാനായെന്ന് വരില്ല. കുടുംബത്തിൽ, ജോലിസ്ഥലത്ത്, മറ്റിടങ്ങളിലെല്ലാം തന്നെ പ്രശ്നങ്ങൾ കാണാം. ചിലപ്പോൾ നമ്മെ അസ്വസ്ഥരാക്കുന്ന വ്യക്തികൾ തന്നെ കാണും. അത്തരം സാഹചര്യങ്ങളെ എങ്ങനെ നേരിടുന്നു എന്നതനുസരിച്ചാണ് അത് നമ്മുടെ മാനസികാവസ്ഥയെ സ്വാധീനിക്കുന്നത്. ഇത്തരം സാഹചര്യങ്ങളെ നേരിടാൻ ചില തന്ത്രങ്ങളുണ്ട്. വൈകാരികമായ പ്രതികരണങ്ങളെ നിയന്ത്രിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. ആരെങ്കിലും മോശമായി പെരുമാറിയാൽ അവരോട് വൈകാരികമായി തിരിച്ച് പ്രതികരിക്കുക എന്നത് സ്വാഭാവികമാണ്. പക്ഷേ പലപ്പോഴും അത്തരം പെരുമാറ്റം സാഹചര്യങ്ങൾ വഷളാക്കും. പകരം ആരോടെങ്കിലും തിരിച്ച് പ്രതികരിക്കുന്നതിന് മുമ്പ് അല്പനേരം മൗനമായിരിക്കുക. സംയമനം പാലിക്കുന്നത് നമ്മെ കൂടുതൽ കരുത്തരാക്കും. അമിതമായ അനാവശ്യ ചിന്തകൾക്ക് കടിഞ്ഞാണിടുക എന്നതാണ് അടുത്ത നടപടി. ലളിതമായി സ്വയം തിരിച്ചറിയാനുള്ള ചിന്തകളാൽ ഏത് പ്രതിസന്ധികളെയും മറികടക്കാനായേക്കും. ഈ സമയവും കടന്നുപോകുമെന്ന ചിന്ത മനസ്സിനെ കൂടുതൽ ശക്തമാക്കാൻ സഹായകമാകും. പല കാര്യങ്ങളും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനെ അതിൻ്റെ വഴിക്ക് വിടുക എന്നതാണ് മറ്റൊരു പ്രധാന നടപടി. സംഭവിച്ചതിനെയോർത്ത് വേദനിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? സങ്കടപ്പെടുകയും വേദനിക്കുകയും ചെയ്യുന്നത് ചിലപ്പോഴെങ്കിലും നമ്മുടെ സർഗാത്മകത നശിപ്പിച്ചേക്കും. അതിനാൽ പരമാവധി സമയം ക്രിയേറ്റീവായും ആക്റ്റീവായും ചെലവഴിക്കുക. മനസ്സിന് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ ചെയ്യുക. അസ്വസ്ഥമാക്കുന്ന സാഹചര്യങ്ങൾ കഴിവതും ഒഴിവാക്കുക. ജീവിതത്തിൽ നിയന്ത്രിക്കാൻ കഴിയാത്ത കാര്യങ്ങളിൽ നിന്ന് സ്വയം വിട്ടുനിൽക്കാൻ ശീലിക്കുക. ഓരോ അനുഭവങ്ങളിൽ നിന്നും പഠിച്ച് സ്വയം നവീകരിക്കുക. ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുക. സാമ്പത്തിക സ്ഥിരത, വ്യക്തിശുചിത്വം, ആരോഗ്യം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുക. മറ്റുള്ളവരെ പോലെ തന്നെ നമ്മളെയും ഒരു വ്യക്തിയായി പരിഗണിച്ച് ആവശ്യമുള്ള പ്രാധാന്യം കൊടുക്കുക. വിചാരവും വികാരവും സമന്വയിക്കുമ്പോഴാണ് മണ്ണിൻ്റെയും വിണ്ണിൻ്റെയും സ്വഭാവ ഗുണങ്ങളുള്ള മനുഷ്യനാകുന്നത്. ജീവിതത്തിലും കരിയറിലും ഈ ബോധമാണ് നമ്മെ നയിക്കേണ്ടത്. വിജയമന്ത്രങ്ങൾ സംബന്ധിച്ച നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും 00974552625 എന്ന വാട്സപ്പ് നമ്പറിലോ ceomedia+@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിച്ചാൽ സന്തോഷമാകും. ഏവർക്കും ശാന്തിയും സമാധാനവും വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ റാഫി പാറക്കാട്ടിൽ താൽക്കാലികമായി വിടവാങ്ങുന്നു. പുതിയൊരു എപ്പിസോഡുമായി അടുത്ത ദിവസം കേട്ടുമുട്ടാം.